അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും നമ്മളെ മറന്നോ? മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഓരോരോ ഇതൊക്കെ ആയിട്ട് അപ്പം പനിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ പനിയൊക്കെ മാറി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പനിച്ചിന് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ അതിൻ്റെ ഒരു മണ്ടിപ്പാച്ചിലൊക്കെ ഇനി അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടാൻ കേട്ടോ. അപ്പോൾ ആരും ഞാൻ മറന്നിട്ടില്ലല്ലോ. അപ്പോൾ മറക്കാതെക്കാനും വേണ്ടി തന്നെ നമ്മൾ ഇന്ന് ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോസും കൊണ്ടാണ് വന്നിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ. എന്നിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ അപ്പം ചൂടുന്നത് ഉഴുന്നും അരിയൊക്കെ തലേന്ന് തന്നെ അരച്ച് വെച്ചിനി. മാവൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിക്കണ്. അപ്പം അതിക്കൊരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് അപ്പം ചൂടണം. പിന്നെ ചായക്ക് വെള്ളം വെക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊരിയും പനിയൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി കുടിച്ചാലാണ് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ചൂടാക്കിയതൊന്നും നമുക്ക് പറ്റൂല തന്നെയാളെ. ചൂടാക്കിയ വെള്ളം കാണുന്നതന്നെ പിരാന്തേനി. ഇപ്പം ഉണ്ടല്ലോ ചൂടാക്കിയ വെള്ളം തന്നെ കുടിച്ചാലുള്ളൂ. കാരണം അത്രത്തോളം ഉണ്ട് മക്കളെ. വൈകുന്നേരം കടക്കാൻ വയ്ക്കില്ല കുരച്ചിട്ട്. ഏതായാലും ഇപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കി കുടിച്ചുകൊണ്ടൊക്കെ അൽഹംദുലില്ലാ പനിയൊക്കെ നമുക്ക് കുറവുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ പനിയാണ്. പക്ഷേങ്കിൽ ഓൽക്കും തന്നെ കുറവുണ്ട്. പിന്നെ അപ്പോൾ വന്ന മാതിരിയൊന്നും മാറൂലല്ലോ. അപ്പോൾ എല്ലാവർക്കും കുറവായി വരട്ടെ. അപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ ഉണ്ടോ? എല്ലായിടത്തും പനിയൊക്കെ ഉണ്ട്. എല്ലാവരും സൂക്ഷിക്കുക, റെസ്റ്റ് എടുക്കുക, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അപ്പത്തേക്ക് നമ്മൾ ചട്ടിനി ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തേക്കണം. 2-3 പച്ചമുളക് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മിക്സിൻ്റെ ജാറിൽ നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അതാണ് നമ്മളെ ചട്ടിനി. അപ്പോൾ അങ്ങനെ ചട്ടിനിക്കുള്ളതൊക്കെ നമ്മൾ അരച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ നമ്മളെ കുഞ്ഞി ചട്ടിയിലാണ് കേട്ടോ നമ്മളിന്ന് ചട്ടിനി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ചട്ടി ഇട്ടിയപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഈ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പാത്തച്ചിട്ട് കാര്യമില്ലല്ലോ. ഇന്നേതായാലും നമ്മൾ കുഞ്ഞിച്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചട്ടിനി ഉണ്ടാക്കുന്നത്. ചായൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിക്കണോ നോക്കി. അപ്പം നോക്കിയപ്പോൾ തിളച്ചിട്ടില്ല. പിന്നെ നോക്കിയപ്പോൾ തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് എണ്ണയ്ക്കൊന്ന് ചൂടായി വരട്ടെ. പിന്നെ നമുക്ക് കുറച്ച് നമ്മളെ ചായൻ്റെ വെള്ളത്തേക്ക് കുറച്ച് ചായപ്പൊടിയും പഞ്ചാരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം പഞ്ചാര ഇട്ടു. ഇനി ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇനി തിളച്ച് വരട്ടെ. അപ്പോൾ അതിന് ഇതാക്കണേ നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് കടുക് ഇട്ട് കൊടുത്തേക്കണം. അപ്പം അങ്ങനെ പൊട്ടിയിട്ട് പുറത്ത് പോകുക കേട്ടോ കടുകൊക്കെ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചതാണ്. പിന്നെ ഞാൻ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ അരച്ച് വെച്ച തേങ്ങയും കൂടി ഉണ്ടല്ലോ അതും കൂടിയാണ് പാർന്ന് കൊടുക്കുക. അങ്ങനെ ചട്ടിന് റെഡി ആയിട്ടോ. അപ്പം ഇന്ന് കുറേ വെള്ളമൊന്നും പാർന്ന് കാണ്ട് നമ്മൾ വെള്ളം കൂട്ടണില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഇനി ഒന്നും ഇങ്ങോട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കണ്ട് ഓഫാക്കാം. അപ്പോൾ നമ്മളെ ചട്ടിനി റെഡിയായി. ഇനി നമുക്ക് അപ്പം കൂടി ചുട്ടെടുക്കണം അല്ലേ. അപ്പം അങ്ങനെ നമ്മളെ ചട്ടിനി ഇതാക്കണം തിളച്ച് വന്നേക്കണം കേട്ടോ. അപ്പോൾ നല്ല നല്ല സൂപ്പറായിട്ടുള്ള ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തേക്കണം. അപ്പം ഇന്നിപ്പോൾ ഏതായാലും നമ്മളെ വലിയ കുട്ടി പറഞ്ഞ മാതിരി ഇമ്മമ്മാൻ്റെ ചട്ടിനി ഇമ്മമ്മാൻ്റെ ദോശയാണ് കേട്ടോ. ഇപ്പോഴല്ല മക്കളെ ഇമ്മമ്മാൻ്റെ ദോശ എന്തത്ര രസം കൂടിയതെന്നില്ല. എൻ്റെ ടെക്നിക്ക് ഇപ്പോഴല്ല നമുക്ക് പിടുത്തം കിട്ടിയത്. അതെന്താ വെച്ചാൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുട്ടിട്ടാണ് കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ മദ്രസക്കൊക്കെ പോകുമ്പോൾ കുടിച്ചാനില്ല ചായയൊക്കെ ഞാനൊന്ന് ചൂടാറാനും വേണ്ടി പാർന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പം നോക്കുകയാണ് നിങ്ങൾ ഈ ഒരു ചട്ടിയിൽ അപ്പം ചുട്ടിട്ടാണ് മക്കളെ നമ്മളെ മക്കൾ പറയുന്നത് ഇമ്മമ്മാൻ്റെ ദോശ നല്ല രസമാണ്, ഇമ്മമ്മാൻ്റെ ദോശ രസമാണ്. അപ്പോൾ ഞാനിതിലൊന്ന് ചുട്ട് നോക്കിയതാണ്. അപ്പം നമ്മളെ മകൻ പറഞ്ഞു ഇന്നെങ്ങനെ വെച്ച് നല്ല ദോശ ആയിക്കണല്ലോ, ഇന്നിപ്പോൾ എന്തെങ്കിലും പറ്റിയത്. നമ്മൾ പറഞ്ഞു എടാ ഇമ്മമ്മ ചൂടിനെ ദോശൻ്റെ ടെക്നിക്ക് നമ്മൾക്ക് ഇപ്പോഴല്ലേ പിടുത്തം കിട്ടിയത്, ഈ ഒരു ചട്ടി ചുട്ടിട്ടാണെടാ. എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ച് പൊന്നാരമ്മ ഇപ്പോഴാണ് നിങ്ങൾ ചുട്ട അപ്പം അപ്പായത് കാരണം. ഏതായാലും ഇനി നമുക്ക് ഈ ചട്ടി തന്നെ അങ്ങനെ അപ്പം ചുട്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി മീൻ പൊരിച്ചാൻ വേണ്ടി വാങ്ങിയതല്ലേ ഇനോ. പറ്റ് സിമ്മിലാക്കിയിട്ട് ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ മാവ് പാർന്നിട്ടുണ്ട് തിരിച്ചൊന്ന് കൂട്ടി കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അപ്പം ചുട്ടെടുത്തത്. ഏതായാലും
മക്കൾക്ക് നല്ല തീർപ്പതി ആക്കണം കേട്ടോ 3 ആക്കും. ഇമ്മമ്മ ചുട്ട അപ്പം ഇപ്പോഴാണ് ഉമ്മച്ചി ആയത് കാരണം ഏതായാലും നമ്മൾ ഇതാക്കണ ഓർക്കൊക്കെ ചായ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 ആക്കും മീനുട്ടിക്കും സനുവിനും ഞാൻ ചായ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സനുവിന് ചട്ടിനി പറഞ്ഞിരിക്കണം, മീനുട്ടിക്ക് ചട്ടിനി മാണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ആക്കും ചായയും പറഞ്ഞു കൊടുത്തിക്കണേ. അപ്പം ഇനി അപ്പൊക്കെ അവിടെ മൂടി വെക്കാം. നമുക്ക് മിറ്റൊക്കെ കടിച്ചോരിയൊക്കെ വന്നിട്ട് നമുക്ക് ഇനി ഇങ്ങനെ ചായ കുടിച്ചാൽ മക്കളൊക്കെ ഒന്ന് പറഞ്ഞേക്കണമല്ലോ. അപ്പോൾ മക്കളൊക്കെ പോട്ടെ, എന്നിട്ട് നമുക്ക് റാത്തായിട്ട് അങ്ങനെ കുടിച്ചല്ലേ. അങ്ങനെ ഞാൻ ഈ മക്കളെയൊക്കെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ടേ ഞാൻ ചായ അടിച്ചാൽ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ മുറ്റൊക്കെ അടിച്ചോരി വന്നിക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചായ അടിച്ചത്. അപ്പോൾ നമ്മൾ 2 അപ്പവും കുറച്ച് ചട്ടിനിയൊക്കെ പാർന്നിക്കണേ. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് അതൊക്കെ ഒന്ന് മോറിയെടുക്കണം. അപ്പോൾ അതവിടെ വെക്കട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾ ചട്ടി ഇതാക്കണത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി കഴുകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണം കേട്ടോ. നമ്മൾ വീതനയും പിന്നെ നമ്മളെ ഗ്യാസും ഒക്കെ മോറി തുടച്ച് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ എന്താട്ടി ആകൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടും ഹാളും ഒക്കെ കണ്ട് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒക്കെ തുടച്ച് വന്ന് പിന്നെ കുടിച്ചാൻ വെള്ളം കുറച്ച് ഉള്ളതിനല്ലോ, ഇനി ബാക്കിയും കൂടി നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാനും വേണ്ടി വെച്ചിക്കണം കേട്ടോ. പിന്നെ മീൻ വെച്ചാൽ ഇതാണ് കേട്ടോ, ബ്രാല് മീനാണ്. അപ്പോൾ അത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിക്കണം കേട്ടോ. നമുക്കൊന്ന് നന്നാക്കി എടുക്കണം, ഐസൊക്കെ ഒന്ന് പോട്ടെ. അങ്ങനെ ഇതാക്കണേ നമ്മളെ സനു സ്കൂൾക്ക് പോകാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സനുവിനെ മാറ്റി ഓല് മിയമോളും അതേമാതിരി സനും സ്കൂൾക്ക് പോകാൻ മാറ്റിപ്പോയി. പിന്നെ ഞാൻ ചോറ്റിനൊക്കെ വെള്ളം വെച്ചു. പിന്നെ കുറച്ച് പയറുണ്ട്, അത് ഉപ്പേരി വെക്കണം. അപ്പം നാളെ നമ്മൾ അങ്ങാടി പോയപ്പോൾ കുറച്ച് പയറും ക്യാബേജൊക്കെ വാങ്ങിയതേന്. അപ്പം പയർ കുറേ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നമ്മൾ പയർ ഇങ്ങനെ കജ്ജുകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചാണ് കേട്ടോ, അല്ലെങ്കിൽ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കലാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മളേതായാലും പയറിങ്ങനെ കജ്ജുകൊണ്ട് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പയറൊക്കെ പൊട്ടിച്ച് കഴുകി ചട്ടിക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ 2-3-4 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തേക്കണേ. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ, തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്കത് എന്താട്ടോ ഗ്യാസുമ്മക്കാണ് വെച്ച് കൊടുത്തേക്കണേ. ഇനി അങ്ങനെ വേകട്ടെ. അപ്പോൾ വെള്ളമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പയറിൽ, അതവിടെ കിടന്ന് അങ്ങനെ വന്നോളും. പിന്നെ ഇതാക്കണേ നമ്മളെ ചോറ്റിന് വെച്ച തണീനൊക്കെ ഇതാക്കണേ ചൂടായി വന്നിക്കണം. അപ്പോൾ അരി ഒന്ന് കഴുകിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ചട്ടിക്കുണ്ടല്ലോ ആ പാത്രത്തേക്ക് വെള്ളമൊക്കെ പാർന്ന് ചുഴറ്റി അതിക്ക് പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഒന്ന് ഇളക്കി നമ്മൾ മൂടി വെച്ചിക്കണേ. പിന്നെ നമ്മളെ പയർ കണ്ടല്ലേ കേകി വാരി കൊണ്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം പൊടിഞ്ഞിക്കണത്, അല്ലാതെ ഞാൻ വെള്ളം പാർന്നിട്ടൊന്നുമില്ല പയറിൽ. ഇനി അങ്ങനെ പയർ വേകട്ടെ. അപ്പോൾ അതിന് നമുക്ക് നമ്മളെ മീനൊന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വലിയ ഇതാണ് ബ്രാലാണ് കേട്ടോ, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തുള്ള മുള്ളും പിന്നെ അതിൻ്റെ ചുണ്ടും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പൂച്ച അവിടെ ഇങ്ങനെ നൊരുവച്ചിട്ടുണ്ട്. അപ്പോൾ ഓൽക്കാണ്ട് ഇട്ട് കൊടുത്താൽ പിന്നെ ഇങ്ങനെ നൊരുവോളിയാക്കണ്ടല്ലോ നമുക്ക്. അപ്പോൾ കുട്ടികളെയൊന്നും കാണാമല്ലോ കേട്ടോ. അപ്പം ഇനി മീൻ നന്നാക്കണ മണമൊക്കെ കേട്ട് വന്നോളും. അപ്പം അങ്ങനെ ഇതാക്കണേ. വന്നു. പിന്നെ നമ്മൾ നിൽക്കാൻ അയക്കല്ല കേട്ടോ, കണ്ടല്ലേ ഇങ്ങനെ കജിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇതാക്കാനോ. ഇല്ലതാണെങ്കിൽ മറ്റവർക്ക് ഇട്ട് കൊടുത്തും ചെയ്തില്ലേ. ഇനി ഞാൻ എന്താട്ടി തരാം, അതവിടെ ഇട്ടിട്ട് മറ്റേതൊന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ തോൽ കണ്ടിട്ട് കൊടുത്താൽ നമുക്ക് സമാധാനത്തോടു കൂടി അവിടെ മീൻ നന്നാക്കാമല്ലോ. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്തേക്കണ്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അങ്ങനെ ഉണ്ട് നന്നാക്കി എടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മൾ മീനൊക്കെ നന്നാക്കി പിന്നെ വലിയതൊക്കെ ഉള്ളതൊക്കെ ഞാൻ വലിയത് പറഞ്ഞാൽ തലയും ഇതൊക്കെ ഉണ്ടല്ലോ നടുക്ക് മുറിച്ച് കൊടുത്തേക്കണം കേട്ടോ. മീനൊക്കെ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ പയറത്തെ വെള്ളമൊക്കെ വറ്റിയേക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി വെച്ചു. ഇനി നമുക്ക് നമ്മളെ മീനുണ്ടല്ലോ ചെറുതാക്കി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ മീൻ ചാറ് വെച്ചാൽ രസം ഉണ്ടാവുമെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. പക്ഷേങ്കിൽ പൊരിച്ചാൽ നല്ല രസമാണ് കേട്ടോ. കുറച്ച് നേരം ഉപ്പും മുളകൊക്കെ പൊടിച്ചാണ്ടല്ലോ നല്ല രസമാണ് ഈ മീൻ പൊരിച്ചാൽ. നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അല്ലേ എന്നൊക്കെ നമ്മളോട് ഒന്ന് കമൻറ്റിൽ പറയേണ്ടിട്ടോ. ചിലവർക്ക് വലിയൊരു തീർപ്പതി ഉണ്ടാവില്ല ഈ മീൻ. ചിലവർക്ക് അതിനും വേണ്ടി പൊരിച്ചാൽ നല്ല ഇഷ്ടീകാരം. അപ്പോൾ നമ്മളതിൽ പെട്ടതാണ് കേട്ടോ. പൊരിച്ചാൽ നമുക്ക് നല്ല തീർപ്പതിയാണ്. പിന്നെ കത്തിയോട് മുറിച്ചിട്ടൊന്ന് മുറിയാത്ത പിന്നെ നമ്മൾ കത്രിക കൊണ്ടൊന്ന് മുറിച്ച് കൊടുക്കണം കേട്ടോ. ആ തോലിൻ്റെ അവിടെയാണ് കേട്ടോ അത്. അങ്ങനെ മീനൊക്കെ നമ്മൾ കഷ്ണങ്ങളൊക്കെ ആക്കി നമ്മളെ ചട്ടിയൊക്കെ എടുത്ത് വെച്ചിക്കണേ. പിന്നെ ഞാൻ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിക്കണേ. പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു, പെരുംജീരകം ഇട്ട് കൊടുത്തു. നല്ലോണം ഒന്ന് കുഴച്ച് ഇനി നമുക്ക് അത് മാറ്റിയേക്കാം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചാൽ ഏത് മീനാണെങ്കിൽ ഉണ്ടല്ലോ ഉപ്പും മുളകൊക്കെ അങ്ങോട്ട് മീനുമ്മ പിടിച്ചണം, എന്നെങ്കിലേ മീൻ പൊരിച്ചാൽ രസം ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് നമ്മളെ ചോറൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഏതായാലും ചോറൊന്നും കൂടിയൊക്കെ തിളക്കണം കേട്ടോ, എന്നിട്ട് വേഗമുള്ളൂ. പിന്നെ നമ്മൾ പയറൊക്കെ ഒന്ന് തൂമിച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറൊക്കെ വന്ന് അത് ഞാനൊന്ന് വാർത്തുക്കണേ. പിന്നെ ഇപ്പം ഒന്ന് ചാറുണ്ടാക്കണത് നമ്മൾ തക്കാളി താളിപ്പാണ് കേട്ടോ. അപ്പോൾ താളിപ്പുണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായിക്കണേ. പിന്നെ ജീരുള്ളിയും പച്ചമുളകും തൂമിച്ച് ഒരു തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി തക്കാളി വാടി വരുമ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളെന്താട്ടി അത് നല്ലോണം ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ആ മഞ്ഞൾപ്പൊടിൻ്റെ ആ ചൊയൊന്ന് കുത്തലൊന്ന് മാറണം. ഒരു തുള്ളി ഇടാൻ പറ്റുള്ളൂ കേട്ടോ, കുറേ ഇട്ടാൽ മഞ്ഞളുടെ ഒരു ചൊയ്ക്കാൻ. പിന്നെ നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ. കഞ്ഞിൻ്റെ വെള്ളം തിളച്ച കഞ്ഞിൻ്റെ വെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളക്കൂട്ടോ. പിന്നെ തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം അങ്ങനെ നമ്മളെ ചാറും റെഡി ആയിട്ടൊന്ന്. പിന്നെ നമ്മളെന്താട്ടി നമ്മളെ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അടുപ്പത്തെ പണിന്ന് കഴിഞ്ഞ് ചോറ് അവിടെ മാറ്റി വെച്ചിക്കണ്. അപ്പോൾ എല്ലതും കഴിഞ്ഞു കേട്ടോ. ഇനി മീനും കൂടി പൊരിച്ചാണ്ട് അങ്ങനെ നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ചു. അപ്പോൾ ഇതിന് ചാറൊക്കെ ഒന്ന് തിളച്ചു. നമ്മളതത് വാങ്ങി വെച്ചിക്കണം കേട്ടോ. നമുക്കതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മൾ മീനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ മാത്രമേ നമ്മൾ പൊരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ വൈകുന്നേരം പൊരിച്ചാന്നാണ് കരുതിയിരിക്കുന്നത്. ഒക്കെ അപ്പോൾ തന്നെ പൊരിച്ചിട്ടുണ്ടല്ലോ. അപ്പം പൊരിച്ചിക്കാണ്ട് വെച്ചാൽ നേരത്ത് ഇങ്ങനെ പൊരിച്ചണം മീൻ, അപ്പോഴേ രസമുള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചക്കൊക്കെ മാത്രം നമുക്കൊരു 3-4 കണ്ട മീനാണ് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതാക്കണം കേട്ടോ. നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് 3-4 പറഞ്ഞിട്ട് ഇപ്പോൾ 4 അങ്ങനെ കജ്ജ് തട്ടിക്കാണ്ട് ചട്ടിയൊന്ന് ചാടി ഭാഗ്യത്തിന് എണ്ണയൊന്നും ചിന്തിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ. നമ്മൾ കുറച്ച് മീനായിട്ട് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ആദ്യം പിന്നെ നമ്മൾ വിചാരിച്ചിരുന്നത് വൈകുന്നേരത്തിന് പിന്നെ പൊരിച്ചാന്നാണ്. പക്ഷേ എങ്കിലുണ്ടല്ലോ പിന്നെ ബാക്കി അത്രയേ ഉള്ളൂ. ഇനി അത് അവിടേക്കാണ് മാറ്റി വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഉച്ചക്ക് ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മീൻ തന്നെ ഉണ്ടാവും വൈകുന്നേരത്തിന്. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ നിൽക്കട്ടെ, നമുക്ക് നാളെ എടുക്കുക, ഇല്ലെങ്കിൽ പൊരിച്ചും ചേച്ചാ. അങ്ങനെ മീനൊക്കെ ഇതാക്കണേ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തേക്കണം കേട്ടോ. മീൻ നല്ലോണം മൊരിയണം, അപ്പോഴാണ് രസം. അപ്പോൾ ഇതാക്കണേ മീനൊക്കെ ഒന്ന് നല്ലോണം ഒരു പുറം നല്ലോണം മൊരിഞ്ഞ് വന്നിക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് കൊണ്ട് ഓഫാക്കിക്കണം കേട്ടോ. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കണ്ട് നമ്മൾ ഗ്യാസ് കൊണ്ട് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ബാക്കിയല്ല മറ്റേ പുറം നമുക്ക് അങ്ങനെ പൊരിച്ചെടുത്തേക്കണം. അങ്ങനെ ഇതാക്കണം. മീനൊക്കെ പൊരി കഴിഞ്ഞ് നമ്മൾ ചോറ് വെച്ചാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ.
ചോറ് വിളമ്പി പയറുപ്പേരി പച്ചപ്പയറാണ്, നല്ല രസമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഒരു മുളക് എടുത്തുക്കണം കേട്ടോ. മുളക് ഇങ്ങനെ ആ ചോറ്റിലിങ്ങനെ കുഴച്ച് തിന്നാണ്ടല്ലോ എന്ത് രസമാണെന്നറിയാം. ഇന്നങ്ങനെ നമ്മളൊരു രണ്ട മീനും എടുത്തുക്കണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ തക്കാളി താളിപ്പും പാര. ഈ അരച്ച ചാറുണ്ടല്ലോ, പരിപ്പ്, മുതിര, ചേന അങ്ങനത്തെ ഒക്കെ വെച്ചാൽ ഇവിടെ ചാറ് ബാക്കിയേക്കാരം. അതിനും വേണ്ടി ഇങ്ങനത്തെ താളിപ്പുകളാണ് വെച്ചെങ്കിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് എല്ലാവർക്കും തീർപ്പതിയാണ് താളിപ്പ്. നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് വലിയ തീർപ്പതിയില്ല കേട്ടോ താളിപ്പ്. മൂപ്പരാക്കാക്ക് ഇങ്ങനത്തെ അരച്ച ചാറിനോടാണ് ഇഷ്ടം. പിന്നെ നമ്മളങ്ങനെ ചോറ് വെച്ചാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ പറഞ്ഞാൽ കുറച്ച് തോനെ അയക്കണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അസ്സലാമു അലൈക്കും.